തിരുവനന്തപുരം മേയറാണ് ആര്യ രാജേന്ദ്രൻ. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ബസ്സിലെ ഡ്രൈവറാണ് യദു. അപ്പോൾ ഈ വിഷയമുണ്ടായി, ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തു. ഇനി തിരുവനന്തപുരംകാർക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താണെന്ന് പരിശോധിക്കുകയാണ് നമ്മൾ. ഞങ്ങൾ പുറകിലെ ഗ്ലാസ്സിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ KSRTCയുടെ ഡ്രൈവർ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചൊവ്വയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത്. അവർക്കൊരു കൂസലുമില്ലല്ലോ, അവർ ഇത്രയും തെറ്റ് ചെയ്തിട്ട് അവർക്കൊരു കൂസലുമില്ല. അവരെ സപ്പോർട്ട് ചെയ്യല്ലേ മന്ത്രിമാരും ഇവിടുത്തെ നിയമവ്യവസ്ഥ എല്ലാം അവർക്ക് സപ്പോർട്ടാണ്. നമ്മളിപ്പോൾ സാധാ ഡ്രൈവർമാരെ തലയിൽ കയറാനല്ലേ ആളുള്ളൂ. അങ്ങനെ ഒരു ആഴ്ച പിന്നിട്ടിട്ടും വിവാദങ്ങളിൽ നിന്ന് വിട്ടുമാറാതെ മേയർ KSRTC വിഷയം. മേയറെ അനുകൂലിക്കുന്നവരും KSRTC ഡ്രൈവർ യദുവിനെ അനുകൂലിക്കുന്നവരും നിരവധിയാണ്. എന്നാൽ ഈ തർക്കം നടന്ന തിരുവനന്തപുരംകാർക്ക് ഇവരെ പറ്റി എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ എന്ന് കേട്ടു നോക്കാം. എൻ്റെ അഭിപ്രായത്തിൽ മേജർ എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജിയുടെ പവറുള്ളവരാണ്. അവർക്ക് വണ്ടിയൊന്നും തടയാനുള്ള അധികാരമില്ല. അവർ നിയമം പാലിക്കേണ്ടവരാണ്. പ്രായത്തിൻ്റെ ഇതാണ്. എല്ലാ രാഷ്ട്രീയക്കാരും പകരം വീട്ടലാണ് ജോലി. കേട്ടോ മോളെ, പകരം വീട്ടൽ ശരിയല്ല. അപ്പോൾ ആര്യ രാജേന്ദ്രൻ പെട്ടെന്ന് പറ്റിപ്പോയതായിരിക്കണം. ലൈംഗികം എന്ന് പറഞ്ഞാൽ അറിഞ്ഞ വണ്ടിയിലെ മുകളിൽ ഇരുന്ന് എന്തോന്നും ലൈംഗികം കാണിക്കുക. രണ്ടുപേരുടെ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്. മേയറെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടുപേരെ ഭാഗത്തും കാണാം ചിലപ്പോൾ. പക്ഷെ മേയർ അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വണ്ടി കൊണ്ട് കുറുക്കിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലോ. പക്ഷേ ലൈംഗിക ചേഷ്ട കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് രണ്ടുപേർക്കും മാത്രമേ കാണാൻ പറ്റൂ. അത് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല അതിനെക്കുറിച്ച്. അപ്പോൾ എന്തായാലും വണ്ടി കുറുക്കിട്ട് ശരിയായില്ല. തെളിവുണ്ടായിരിക്കുമല്ലോ, CCTV ഫുട്ടേജൊക്കെ എടുത്താൽ മതിയല്ലോ. അത് നോക്കിയിട്ട് കോടതി എന്തായാലും അത് നോക്കുമായിരിക്കും. മേയർ കാണിച്ചത് വലിയ അന്യായമായ, അത് മോശമാണത് കാണിച്ചത്. അവരൊക്കെ സ്ഥാനത്തൊക്കെ ഇരിക്കണവരല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റൂല. ഒരു പാവപ്പെട്ട തൊഴിലാളി ചെറുക്കനല്ലേ, അവനല്ലേ അവൻ്റെ കഞ്ഞുകൂടി പൊട്ടിച്ചത്. പാവപ്പെട്ട ചെറുക്കൻ്റെ മണ്ണിൽ ചെറുക്കൻ്റെ ചോറ്റിൽ മണ്ണ് വരയിട്ട്. അത് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഗോയിങ് ആണോന്നുള്ളൂ. ഇപ്പോൾ രണ്ട് ഭാഗത്തും അവർ കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ ആരാണെന്ന്.